ഡിസിഷൻ ഫറ്റീഗ്. നമ്മൾ പലരെയും കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മുടെ പല ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഡിസിഷൻ ഫറ്റീഗ്. എന്താണെന്ന് അറിയോ? പറഞ്ഞുതരാം. ഐ ആം ജെഫിൻ ജോസ്. ഐ എം ഷെയറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ദിസ് ഈസ് ജെഫിൻഫോ. നമ്മള് ഇന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു എയർപോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അപ്പൊ പുള്ളിനെ വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ വന്ന് കിടക്കുവാണ്. കുറെ നേരമായി. എയർപോർട്ട് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഗസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തോട്ടോ. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്താണ് എൻ്റെ കൂടെ ഉള്ള ആളെന്നോട് പറഞ്ഞടാ നമുക്കിന്ന് ഈ ഒരു സംഭവത്തെ പറ്റി ഒരു വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മള് പല സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ സ്റ്റുഡിയോ ഒക്കെ ഉള്ള വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പലരും ഓൾമോസ്റ്റ് എല്ലാ തവണയും ഞാനൊക്കെ പലപ്പോഴും അവിടെ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് എടുത്തെടുത്ത് നോക്കി വാങ്ങി വെക്കും. പിന്നെ നമ്മൾ ആലോചിക്കും ഇത് എനിക്ക് ആക്ച്വലി ആവശ്യമുള്ള സാധനം അല്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സാധനമാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം കറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ടയർഡ് ആയിരിക്കും, കാരണം ഒരുപാട് സാധനങ്ങൾ സെലക്ട് ചെയ്തു. എൻ്റെ ബ്രെയിൻ എന്നോട് തന്നെ പറയുന്നുണ്ടാവും എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ടാവും. ആ സമയത്താണ് ഞാൻ ബില്ലിങ്ങിന് വന്ന് നിൽക്കുന്നത്. സോ ഈ ബില്ലിങ്ങിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്കിത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അങ്ങനെ ചിന്തിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രെയിൻ അത്രമാത്രം ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. ഓൾറെഡി ടയർഡ് ആയിരിക്കുന്ന എൻ്റെ ബ്രെയിൻ മുമ്പിലേക്ക് ഇത്തരം ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റുകാർ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകാരൊക്കെ കൊണ്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ വാങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വിൽക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്.